ഹായ്. അപ്പോൾ പാതിരാത്രി പോയി പാതിരാത്രി മൂവി കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പടത്തിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പടം, ഡീസൻറ്റ് ത്രില്ലർ. ഒരു സ്ത്രീയാണ് ഇതിൻ്റെ സംവിധായക, അത് നമുക്കറിയാമല്ലോ. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പടമായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നവ്യ നായരാണ് മെയിൻ കാസ്റ്റായിട്ട് ചെയ്യുന്നത്. സൗബിനിയും നവ്യ നായരും ഒരു പെയർ കോമ്പിനേഷൻ നമുക്ക് പരിചയമില്ലാത്ത കാരണം പുതുമയുള്ളൊരു സംഭവമായിരുന്നത്. സണ്ണി വെയിനൊരു മേജർ ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. ഈ പടം റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയത് കാണാനായിട്ട്. റിവ്യൂ ഒരു മിക്സഡ് അഭിപ്രായമായിരുന്നെങ്കിലും ഒരു ഹാഫ് ടൈം വരെ പോയതറിഞ്ഞില്ല. 1 hour ഇൻ്റർവെൽ ആവുന്നതിന് മുമ്പ് നമ്മൾ ഒരു ട്വിസ്റ്റിലാണ് കൊണ്ട് നിർത്തുന്നത്. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും എല്ലാം കാര്യങ്ങളും ഇതിലുണ്ട്. ഹരിസ് വേഷവൻ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സാടിയൊക്കെ പഠിച്ച് ഇത്ര കട്ടി വീശിയൊക്കെ വെച്ചിട്ടാണ് നല്ലൊരു പോലീസുകാരൻ്റെ ഒരു ലുക്കുണ്ട്. ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റ്. പോലീസുകാർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ ഹൈ ലെവൽ ഒഫീഷ്യൽസ് മാത്രമല്ല, നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പാര വയ്ക്കണവരും ഉണ്ടാവും, അതേസമയം തന്നെ കൂടെ നിൽക്കുന്നവരുണ്ടാവും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ ഉള്ളത്. ഇതിൽ സൗബിനും നവ്യ നായരാണ് മെയിനായിട്ടുള്ളത്. അവർ രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നവ്യ നായരുടെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. പിന്നെ നമ്മളൊക്കെ ഒരു ധാരണയുണ്ട്, ഒരു എസ് ഐ ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും പോലീസ് സ്റ്റേഷനിൽ കുഴപ്പമില്ല, നമ്മുടെ രീതിയിലാണ് നമ്മൾ പറയണതാണ് കേസ്, അങ്ങനെയാണ് നമുക്കൊരു ധാരണ. നമ്മൾ വിചാരിക്കുന്ന നൈറ്റ് പെട്രോളിങ്ങിന് പോയി കഴിഞ്ഞാൽ സുഖമാണ്, വെറുതെ കുറേ പേരെ മദ്യപിച്ച് വരുന്നവരെ പിടിക്കുക, പെറ്റിടിക്കുക, സാർ ഇങ്ങനെയുള്ള ഒരു ചൊറകൾ പിടിക്കുമ്പോൾ അതിൽ ഇവരുകൂടി അപ്പം അങ്ങനെ കുറേ റിസ്കി എലിമെൻറ്റ്സ് പോലീസ് ഡ്യൂട്ടിയിൽ നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആയാട്ട് അതുപോലെയുള്ള സിനിമകളിലൂടെ നമുക്കതറിയാം. പക്ഷേ അതുപോലെ വേറൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ഈ പാതിരാത്രി എന്ന മൂവിയിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു പടമാണ് പാതിരാത്രി.